നമസ്കാരം. ആഴ്ചവട്ടത്തിലേക്ക് എല്ലാ CCTV പ്രേക്ഷകർക്കും സ്വാഗതം. രാജ്യത്ത് കോവിഡ് ബാധ സങ്കീർണമായി തുടരുകയാണ്. വേണ്ടത്ര ജാഗ്രത പാലിക്കേണ്ടത് അനിവാര്യമാണ്. ഒരു നേരത്തെ അശ്രദ്ധയ്ക്ക് വളരെ വലിയ പരിണതഫലമാകും നേരിടേണ്ടി വരിക. ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. രാജ്യത്ത് കോവിഡ് ബാധ സങ്കീർണമായി തുടരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത് 442 കോവിഡ് മരണവും 22,771 കോവിഡ് കേസുമാണ്. ഇതോടെ ആകെ രോഗബാധിതർ 6,48,315 മരണസംഖ്യ 18,655 അതേസമയം കോവിഡ് പശ്ചാത്തലത്തിൽ അടച്ച ഡൽഹി ജുമാ മസ്ജിദ് ഇന്നു മുതൽ പ്രാർത്ഥനയ്ക്കായി തുറന്നുകൊടുത്തു. ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ പ്രതിദിന കണക്കാണ് കഴിഞ്ഞ 24 മണിക്കൂറിൽ രേഖപ്പെടുത്തിയത്. നിലവിൽ കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം 2,35,433 ആണ്. 3,94,227 പേർക്ക് അസുഖം ഭേദമായി. രോഗമുക്തി നിരക്ക് 60.80% ഉയർന്നു. നിലവിൽ ചികിത്സയിലുള്ളവരെക്കാൾ 1,58,794 പേർക്ക് അസുഖം മാറിയിട്ടുണ്ട്. മരണനിരക്ക് 4.52 കോവിഡ് വ്യാപനം കൂടുതലുള്ള രാജ്യങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് കുറവാണെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. അതേസമയം തദ്ദേശീയ വാക്സിനായ കോവാക്സിൻ ആഗസ്റ്റ് 15 പുറത്തിറക്കാനുള്ള ICMR നിർദ്ദേശം പ്രായോഗികമായേക്കില്ലെന്നാണ് വിലയിരുത്തൽ. 3 മാസമെങ്കിലും പരീക്ഷണം പൂർത്തിയാക്കാൻ ആവശ്യമാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. രാജ്യത്ത് 1.02 ലക്ഷം ഓക്സിജൻ സിലിണ്ടറുകളും മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള 6,154 വെന്റിലേറ്ററുകളും വിവിധ ആശുപത്രികൾക്ക് നൽകിയിട്ടുണ്ടെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ പറഞ്ഞു. മൊത്തം രോഗികളുടെ 80% ഇപ്പോഴും മഹാരാഷ്ട്ര, ഡൽഹി, ഗുജറാത്ത്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ്. മഹാരാഷ്ട്രയിൽ ആകെ കോവിഡ് രോഗികൾ 1,92,990 മരണം 8,376 ആയി. ഡൽഹിയിൽ 94,695 മരണം 2,923 കടന്നു. ഈ സാഹചര്യം മുൻനിർത്തി അതീവ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നാട് നീങ്ങേണ്ടിയിരിക്കുന്നു. രാജ്യത്ത് ഭീതിയൊഴിയാതെ കോവിഡ് വ്യാപനം തുടരുകയാണ്. പുതിയ കൊറോണ വൈറസ് ബാധിതരുടെ എണ്ണത്തിലും വൻ വർധനവാണ് ഉള്ളത്. അതിനാൽ ഈ സാഹചര്യത്തിൽ സ്ഥിതി വഷളാകാനുള്ള സാധ്യത മുൻനിർത്തി കോവിഡിനെ പ്രതിരോധിക്കാനായി വേണ്ടത്ര മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് നമുക്ക് ഒറ്റക്കെട്ടായി മുന്നേറാം. നാടിനെ നടുക്കിയ ദുരന്തത്തിനാണ് തിങ്കളാഴ്ച ചാവക്കാട് ബ്ലാങ്ങാട് പാറൻപടി സാക്ഷ്യം വഹിച്ചത്. ഫുട്ബോൾ കളിക്കിടെ പന്തെടുക്കാൻ കടലിൽ ഇറങ്ങിയ 5 യുവാക്കളിൽ 3 പേരുടെ മുങ്ങിമരണത്തിൽ കണ്ണുനീർ പൊഴിക്കുകയാണ് ഗ്രാമം. അപകടത്തിൽപ്പെട്ട 2 പേരെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു. തിങ്കളാഴ്ച രാവിലെ 9ഓടെയാണ് നാടിനെ കണ്ണീർ കടലാക്കിയ അപകടം നടന്നത്. ക്രിക്കറ്റ് കളി കഴിഞ്ഞ് മറ്റുള്ളവർ മടങ്ങിയ ശേഷം അപകടത്തിൽപ്പെട്ട 5 പേർ ചേർന്ന് ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി. ഇതിനിടെ പന്ത് കടലിൽ പോകുകയായിരുന്നു. ജഗന്നാഥാണ് പന്തെടുക്കാൻ കടലിൽ ആദ്യം ഇറങ്ങിയത്. ശക്തമായ തിരയിൽപ്പെട്ട് ജഗന്നാഥ് മുങ്ങിയതോടെ സരിനും വിഷ്ണുവും രക്ഷയ്ക്കെത്തി. എന്നാൽ ജഗന്നാഥിനെ രക്ഷിക്കാനാകാതെ 3 പേരും കടലിൽ മുങ്ങിപ്പോയി. ഇതോടെ ജിഷ്ണുവും കണ്ണനും കൂടി രക്ഷപ്പെടുത്താൻ കടലിൽ ഇറങ്ങി. എന്നാൽ ജിഷ്ണുവും തിരയിൽപ്പെട്ട് മുങ്ങിപ്പോയി. ഇതോടെ കണ്ണൻ കരയിലേക്ക് തിരിച്ച് നീന്തിക്കയറാൻ ശ്രമിച്ചു. കണ്ണനെ സമീപത്തുണ്ടായിരുന്ന മീൻപിടുത്ത തൊഴിലാളികൾ രക്ഷിച്ച് കരക്കെത്തിക്കുകയായിരുന്നു. കണ്ണൻ അപകട വിവരം മത്സ്യത്തൊഴിലാളികളെയും നാട്ടുകാരെയും അറിയിക്കുകയും തുടർന്ന് കടലിൽ മീൻപിടുത്തം നടത്തുകയായിരുന്ന വള്ളക്കാരെ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വഞ്ചിക്കാർ തെരച്ചിൽ ആരംഭിച്ചു. അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ വഞ്ചിക്കാർ ഇട്ട വലയിലാണ് വിഷ്ണുവിനെ കിട്ടിയത്. എന്നാൽ ആശുപത്രിയിൽ എത്തിക്കും മുന്നേ വിഷ്ണു മരിച്ചിരുന്നു. തുടർന്ന് മത്സ്യ കോസ്റ്റൽ പോലീസ് തൊഴിലാളികളും ചേർന്ന് തെരച്ചിൽ നടത്തി. ഉച്ചയ്ക്ക് 12 മണിയോടെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ എത്തി തെരച്ചിൽ നടത്തിയെങ്കിലും അരമണിക്കൂർ തിരഞ്ഞ് കണ്ടെത്താത്തതിനെ തുടർന്ന് ഹെലികോപ്റ്റർ മടങ്ങി. പിന്നീട് ജിഷ്ണുവിന്റെ മൃതദേഹം ചൊവ്വാഴ്ച രാത്രി 10 മണിക്ക് ചാവക്കാട് ബീച്ചിൽ നിന്നും ജഗന്റെ മൃതദേഹം ബുധനാഴ്ച രാവിലെ പുത്തൻകടപ്പുറത്തു നിന്നും ലഭിച്ചു. ഒരു നാടിനെയൊന്നാകെ കണ്ണീർ കടലാക്കി മൂവർക്കും നാടുവിട നൽകി. കടലിലെ വലിയ തിരകളുടെ സാന്നിധ്യം അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചിരിക്കാം. ഇനിയാരും ഇത്തരം അപകടങ്ങളിൽ പെട്ടുപോകാതിരിക്കട്ടെ. തീരദേശത്തെ സാഹചര്യത്തിനനുസരിച്ച് പുറപ്പെടുവിക്കുന്ന നിയമങ്ങൾ അനുസരിക്കാൻ നമ്മൾ ഏവരും ബാധ്യസ്ഥരാണ്. അത് നമ്മുടെ ജീവന് വേണ്ടിയാണെന്നുള്ള ധാരണ ഈ ദുരന്തത്തിലൂടെയെങ്കിലും എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കട്ടെ. പച്ചക്കറികളിൽ ഏറ്റവും പോഷകഗുണമുള്ള ഒന്നാണ് വെണ്ടയ്ക്ക. എന്നാൽ ഇപ്പോൾ വലിപ്പത്തിന്റെ കാര്യത്തിലും ചരിത്രം തിരുത്തിക്കുറിക്കാൻ ഒരുങ്ങുകയാണ് ഗുരുവായൂരിൽ ഒരു വെണ്ട. വലിപ്പം കൊണ്ട് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഭീമൻ വെണ്ടയ്ക്ക. പച്ചക്കറികളുടെ കൂട്ടത്തിൽ കേമനേതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേയുള്ളൂ: വെണ്ടയ്ക്ക. ഏറ്റവും കൂടുതൽ പോഷക ഗുണങ്ങളുള്ളതും രോഗങ്ങളെ അകറ്റി നിർത്താൻ സഹായിക്കുന്നതുമായ ഏക പച്ചക്കറിയും വെണ്ടയ്ക്ക തന്നെയെന്ന് നിസ്സംശയം പറയാം. അതിനാൽ തന്നെയാണ് ജെയിംസിന്റെ വീട്ടിലും വെണ്ട സ്ഥാനം ഉറപ്പിച്ചത്.
എന്നാൽ ഇപ്പോൾ ഗുരുവായൂർ തൈക്കാട് വാഴപ്പുള്ളി ജെയിംസിന്റെ വീട്ടിലെ വെണ്ട കണ്ടാൽ ആരും ഒന്ന് മൂക്കത്ത് വിരൽ വെച്ചു പോകും. തണ്ടോടുകൂടി 22 ഇഞ്ചാണ് ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലെ വെണ്ടയുടെ നീളം. തണ്ടില്ലാതെ 18.5 ഇഞ്ച് വരും. തണ്ടിന് മാത്രം 3.5 ഇഞ്ചാണ് നീളം. മൂപ്പെത്താത്ത ഈ വെണ്ട ഇനിയും നീളം വയ്ക്കും എന്ന പ്രതീക്ഷയിൽ പൊട്ടിക്കാതെ നിർത്തിയിരിക്കുകയാണിവർ. ലിംക ബുക്ക് റെക്കോർഡിൽ ഏറ്റവും നീളമേറിയ വെണ്ടയുടെ വലിപ്പം രേഖപ്പെടുത്തിയിരിക്കുന്നത് 16.5 ഇഞ്ചാണ്. ഗുരുവായൂർ സ്വദേശിയായ സുധീഷ് കുമാറാണ് ഈ റെക്കോർഡിനുടമ. ഷാർജയിലെ കൃഷിയിടത്തിൽ നിന്നാണ് സുധീഷ് കുമാർ ഈ റെക്കോർഡ് കരസ്ഥമാക്കിയത്. നിലവിലെ റെക്കോർഡിനെ അപേക്ഷിച്ച് 2 ഇഞ്ച് വലുപ്പം കൂടുതലാണ് ജെയിംസിന്റെ വെണ്ടയ്ക്ക്. അതുകൊണ്ടുതന്നെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ രേഖപ്പെടുത്താനായി അപേക്ഷ നൽകിയിട്ടുണ്ട്. അപേക്ഷ സ്വീകരിച്ച അവർ പരിശോധനയ്ക്കെത്തി നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ 3 ആഴ്ച കാത്തിരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ജെയിംസ് പറഞ്ഞു. നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഏറ്റവും നീളമുള്ള വെണ്ടയുടെ ഉടമ എന്ന ബഹുമതി ജെയിംസിന് സ്വന്തമാകും. അപ്പോൾ അതിൽ 16.5 ഇഞ്ചാണ് അവിടുത്തെ സുനീഷ ആണ് ഗുരുവായൂരത്തെ ഒരാളുടെ. അപ്പോൾ ഞാനത് ഒന്ന് നോക്കേണ്ടത് പിന്നെ നോക്കിയപ്പോൾ 18.5 തണ്ടില്ലാതെ തന്നെ 18.5 ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കൃഷിഭവനിലേക്ക് വിളിക്കാൻ അവിടെ കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഗിന്നസ് ബുക്ക് റെക്കോർഡിലേക്ക് അയച്ചിട്ടുണ്ട്, അതിൻ്റെ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫോമും കാര്യങ്ങളും ഇമെയിൽ അഡ്രസ്സൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കത് 3 ആഴ്ച പിടിക്കുന്നതാണ് പറഞ്ഞത്. 2 വർഷം മുമ്പ് അയൽവാസിയായ സുഹൃത്താണ് ജെയിംസിന് ആനക്കൊമ്പൻ ഇനത്തിൽപ്പെട്ട വെണ്ടയുടെ വിത്ത് നൽകുന്നത്. കഴിഞ്ഞ വർഷം ഇത് നട്ടെങ്കിലും ഒരെണ്ണം മാത്രമാണ് കായ്ച്ചത്. ആ ഒരെണ്ണത്തിന്റെ വിത്തെടുത്ത് സൂക്ഷിച്ച് 2 മാസം മുമ്പാണ് നട്ടത്. അതിൽ 16 തൈകളാണ് വളർന്നത്. ഇതിൽ നിന്നെല്ലാം മികച്ച വിളവാണ് ലഭിച്ചത്. കാത്തലിക് സിറിയൻ ബാങ്കിൽ ക്ലർക്കായിരുന്നു ജെയിംസ്. വിരമിച്ചതിനു ശേഷമാണ് കൃഷിയിൽ സജീവമായത്. പത്നി കർമ്മലയും സഹായത്തിനുണ്ട്. പൂർണ്ണമായും ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. 16 തൈകളിലെയും വെണ്ടകൾക്ക് അസാമാന്യ വലുപ്പമാണുള്ളത്. മറ്റു വെണ്ടകളും വലുപ്പത്തിന്റെ കാര്യത്തിൽ ഇനിയും എത്ര നീളം മുന്നോട്ടു പോകും എന്ന ആകാംക്ഷയിൽ കാത്തിരിക്കുകയാണിവർ. വിളവ് തരുന്ന കൃഷി കർഷകന് വലിയ ആശ്വാസമാണ്. എന്നാൽ ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ സ്ഥാനം പിടിക്കാൻ ഒരുങ്ങിയതോടെ പൂർണ്ണ സംതൃപ്തനാണ് ജെയിംസ്. വെണ്ട പൂർണ്ണ വളർച്ചയെത്തി ചരിത്രം കുറിക്കാനുള്ള കാത്തിരിപ്പിലാണ് ജെയിംസും കുടുംബവും. പരിമിതികളെ അതിജീവിച്ച് മുന്നേറുകയാണ് വൈദേഹി. ഇത് വിധിയിൽ തളരാതെയുള്ള മാതാപിതാക്കളുടെ പോരാട്ടത്തിന്റെ വിജയം കൂടിയാണ്. അതിർവരമ്പുകളിൽ തളച്ചിടാതെ സർഗവാസനകളെ പോഷിപ്പിച്ചാൽ അതൊരു പക്ഷേ വൈദേഹിയെ പോലുള്ള കുട്ടികൾക്ക് പുതിയൊരു മാറ്റത്തിലേക്കുള്ള ചുവടുവയ്പായേക്കാം. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃതാധ്യാപകനായ സജീവിന്റെയും വേലൂർ രാജസർ രാമോർമ ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃതാധ്യാപിക ഷീലയുടെയും 2 പെൺമക്കളിൽ മൂത്ത മകളാണ് ഭിന്നശേഷിക്കാരിയായ വൈദേഹി. നൃത്തവും പാട്ടും യോഗയും സ്വായത്തമാക്കി തന്റെ പരിമിതികളെ പൊരുതി തോൽപ്പിച്ച് മുന്നേറുകയാണ് ഈ കലാകാരി. വൈദേഹി ജനിച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഡൗൺ സിൻഡ്രം എന്ന വൈകല്യം മകൾക്കുണ്ടെന്ന് സജീവനും ഷീലയും തിരിച്ചറിഞ്ഞു. തങ്ങളുടെ ആദ്യത്തെ കൺമണി ശാരീരിക ബുദ്ധി വൈകല്യമുള്ള കുട്ടിയാണെന്ന സത്യം ഡോക്ടറിൽ നിന്നും തിരിച്ചറിഞ്ഞ ഷീലയും സജീവും തളർന്നുപോയി. എന്നാൽ മകളെ വിധിക്ക് വിട്ടു നൽകാതെ അതിജീവനത്തിനായി പൊരുതാൻ ഇവർ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുകയായിരുന്നു. സാധാരണ ജീവിതത്തിലേക്ക് വൈദേഹിയെ കൈപ്പിടിച്ചുയർത്താൻ വളരെയേറെ ബുദ്ധിമുട്ടിയിരുന്നതായി മാതാപിതാക്കൾ ഓർക്കുന്നു. വൈദേഹി ഇപ്പോൾ സംസാരിക്കും, പാട്ടുപാടും, നൃത്തം ചെയ്യും, യോഗ ചെയ്യും, പഠനത്തിലും മിടുക്കിയാണ്. സാധാരണ കുട്ടികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ സ്വഭാവരീതികളുള്ള വൈദേഹിയെ 7ാമത്തെ വയസ്സിലാണ് സ്കൂളിൽ ചേർത്തത്. തൃപ്പൂണിത്തുറ എളമക്കര സ്കൂളിൽ 5 വരെയും വേലൂർ ഗവൺമെന്റ് രാജാസർ രാമോർമ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് മികച്ച മാർക്കോടെ +2 പാസ്സായി. തുടർന്ന് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ നിന്ന് സംസ്കൃതത്തിൽ ബിരുദം കരസ്ഥമാക്കി. ചെറിയ ക്ലാസ് മുതൽക്ക് തന്നെ സംസ്കൃതം പഠിപ്പിച്ചു നൽകുന്നതിന് മാതാപിതാക്കൾ ശ്രദ്ധിച്ചിരുന്നു. സംസ്കൃതം ഓർമ്മശക്തിക്കുള്ള ഔഷധമാണെന്നാണ് സജീവ് മാഷിന്റെ അഭിപ്രായം. സംസ്കൃതം പഠിക്കാൻ തുടങ്ങിയതോടുകൂടി അക്ഷരശുദ്ധിയും അതുപോലെ തന്നെ ഓർമ്മശക്തിയും കുറച്ച് വർദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ സംസ്കൃതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അവൾ ഉൾപ്പെടുത്താനായിട്ടുള്ളൊരു ഞങ്ങൾ മനഃപൂർവ്വം ശ്രദ്ധിക്കാറുണ്ട്. 3 വർഷമായിട്ട് മോഹനൻ മാസ്റ്റർ സംഗീതം അഭ്യസിപ്പിക്കാൻ തുടങ്ങി. അതോടുകൂടി അവളുടെ അക്ഷരശുദ്ധി കുറച്ചും കൂടെ വർദ്ധിക്കുകയും ഇപ്പോൾ വലിയ തെറ്റില്ലാത്ത രീതിയിൽ അത്യാവശ്യം അവൾക്ക് കീർത്തനങ്ങൾ ആലപിക്കാനൊക്കെ ഉള്ളൊരു പ്രാപ്തി കിട്ടി. ചെറുപ്പത്തിൽ തന്നെ അനുകരണ കലയോട് വൈദേഹിക്ക് ഏറെ പ്രിയമായിരുന്നു. ടിവിയിൽ കാണുന്നതെന്തും അതുപോലെ ചെയ്തു കാണിക്കും. ഇത് തിരിച്ചറിഞ്ഞതാണ് കലാരംഗത്തിലേക്ക് പ്രവേശനത്തിന് ഇടയാക്കിയത്. ചെറിയ ക്ലാസ്സിൽ തന്നെ ഭരതനാട്യം അഭ്യസിച്ച് അരങ്ങേറ്റം നടത്തി. നാടോടി നൃത്തവും കഥകളിയുമാണ് വൈദേഹിക്ക് ഏറ്റവും ഇഷ്ടം. കലോത്സവങ്ങളിലും നാട്ടിലെ ഉത്സവവേദികളിലും നൃത്തം അവതരിപ്പിച്ച് നിരവധി സമ്മാനങ്ങൾ വൈദേഹി കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ കോട്ടപ്പുറം മോഹനൻ മാസ്റ്ററുടെ ശിക്ഷണത്തിൽ 3 വർഷമായി ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചു വരുന്നു. 3 വർഷമായി പ്രസിദ്ധമായ നെല്ലുവായ് ഏകാദശി മഹോത്സവത്തിന് കീർത്തനം ആലപിച്ച് സംഗീതാർച്ചനയും നടത്തിവരുന്നുണ്ട്.
7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സഹോദരി ദേവനന്ദ വൈദേഹിക്ക് പ്രോത്സാഹനം നൽകി കൂടെ തന്നെയുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളിലും തളരാതെ മകളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് വെല്ലുവിളികളോട് നിരന്തരം പോരാടി വൈദേഹിയെ മികവുറ്റ കലാകാരിയാക്കിയെടുക്കാൻ സജീവ് മാഷിനും ഷീല ടീച്ചർക്കും കഴിഞ്ഞുവെന്നതാണ് യാഥാർത്ഥ്യം. ഇത്തരം തിരിച്ചറിവുകളാണ് ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കുന്നതും. വൈകല്യങ്ങളെ പൊരുതി തോൽപ്പിച്ചുകൊണ്ട് അറിയപ്പെടുന്ന നർത്തകിയാകാൻ ഒരുങ്ങുകയാണ് വൈദേഹി. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് ഇനി സുഖചികിത്സക്കാലം. ഇനിയുള്ള ഒരു മാസക്കാലം ഗുരുവായൂരപ്പന്റെ ഗജഗണങ്ങൾക്ക് ചിട്ടയോടുകൂടിയ സുഖസമൃദ്ധിയുടെ നാളുകളാണ്. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് ഇനി ഒരു മാസക്കാലം സുഖചികിത്സയാണ്. പാപ്പാന്മാരുടെ പ്രത്യേക പരിപാലനവും പോഷകാഹാരങ്ങളടങ്ങിയ ഭക്ഷണവുമാണ് സുഖചികിത്സ കാലത്തെ പ്രത്യേകത. അരി, ചെറുപയർ, മുതിര തുടങ്ങിയവ പ്രത്യേക അനുപാതത്തിലെടുത്ത് ആയുർവേദ വിധിപ്രകാരം അഷ്ടചൂർണം, ചവനപ്രാവശ്യം എന്നിവയും വൈറ്റമിൻ ഗുളികകളും ചേർത്ത ചോറുരുളയാണ് സുഖചികിത്സ സമയത്ത് ആനകൾക്ക് നൽകുന്നത്. വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന സംഘം ഓരോ ആനകളുടെയും തൂക്കവും ആരോഗ്യസ്ഥിതിയും പരിശോധിച്ച ശേഷമാണ് മരുന്നുകൂട്ടുകളുടെ അളവുകൾ നിശ്ചയിക്കുക. ആനകളുടെ തൂക്കവും തേജസ്സും വർദ്ധിക്കുമെന്നതിനാലാണ് വർഷക്കാലത്ത് സുഖചികിത്സ നടത്തുന്നത്. സമൃദ്ധമായ ഭക്ഷണത്തോടൊപ്പം തേച്ചുകുളിയും പ്രത്യേകതയാണ്. 47 ആനകൾ ഉള്ളതിൽ മതപ്പാടില്ലാത്ത 27 ആനകൾക്കാണ് ചികിത്സ നൽകുന്നത്. വലിയ കേശവൻ, ഇന്ദ്രസൻ തുടങ്ങി 20 ആനകൾ നീരിലാണ്. ഈ ആനകൾക്ക് മതപ്പാടിൽ നിന്ന് അഴിച്ച ശേഷമായിരിക്കും സുഖചികിത്സ നൽകുക. 30 ദിവസത്തെ സുഖചികിത്സയിലൂടെ ആനകളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ദഹനപ്രക്രിയ ശരിയായ രീതിയിൽ നടക്കുകയും ചെയ്യുമെന്നാണ് ആന വിദഗ്ധർ പറയുന്നത്. സുഖചികിത്സയ്ക്കായി 11 ലക്ഷം രൂപയാണ് ദേവസ്വം ചെലവിടുന്നതെന്ന് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ് പറഞ്ഞു. ഇത് ആനകളുടെ ആരോഗ്യ പരിപാലനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് ഈ സുഖചികിത്സ. ചവനപ്രാശ്യം തുടങ്ങിയിട്ടുള്ള ആയുർവേദ മരുന്നുകളും മറ്റു ധാന്യങ്ങളൊക്കെ അടങ്ങുന്ന സുഖചികിത്സ വളരെ അധികം ആനകളുടെ ഒരു വർഷക്കാലത്തേക്കുള്ള ആരോഗ്യം നിലനിൽക്കുന്നതിന് വളരെ അത്യന്താപേക്ഷിതമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ആനകളുടെ പരിപാലനത്തിന് ചുമതലയുള്ള വെറ്റിനറി ഡോക്ടർമാരും ആയുർവേദ ഡോക്ടർമാരും അടക്കമുള്ള വിദഗ്ധ സംഘം പരിശോധിച്ച് അവരുടെ നിർദ്ദേശാനുസരണമുള്ള മരുന്നുകളും ഒക്കെയാണ് കൊടുക്കുന്നത്. ആനത്താവളത്തിന്റെ വടക്കേ മുറ്റത്ത് ആനകളെ നിരയായി നിർത്തിയ ശേഷം വിനായകൻ എന്ന കൊമ്പന് KV അബ്ദുൽ ഖാദർ MLA ആദ്യ ചോറുരുള നൽകി സുഖചികിത്സയ്ക്ക് തുടക്കം കുറിച്ചു. ഗജരത്നം പത്മനാഭന്റെ വിയോഗശേഷമുള്ള ആദ്യ സുഖചികിത്സയാണിത്. അതിനാൽ തന്നെ പത്മനാഭനെ സ്മരിച്ച ശേഷമാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. ആയുർവേദത്തിൽ സുഖചികിത്സയ്ക്ക് പ്രമുഖ സ്ഥാനമാണുള്ളത്. ആനകളുടെ ആരോഗ്യ സംരക്ഷണമാണ് സുഖചികിത്സയിലൂടെ മുഖ്യ മാനദണ്ഡം. വിദേശീയരടക്കം ആയിരങ്ങളാണ് സുഖചികിത്സ കാണാൻ ആനത്താവളത്തിലേക്ക് എത്താറുള്ളത്. എന്നാൽ ഇക്കുറി കോവിഡ് മാനദണ്ഡങ്ങൾ മാനിച്ചായിരിക്കും സുഖചികിത്സ നടത്തുക. ഒരു ഗ്രാമത്തെ പ്രകൃതി സംരക്ഷണത്തിൽ പങ്കാളികളാക്കുകയും അതോടൊപ്പം തനത് നാടൻ പശുക്കളെ സംരക്ഷിക്കുകയും അതിലൂടെ സ്വന്തം ഗ്രാമത്തെ നാടൻ പശുക്കളുടെ വിളനിലമാക്കുവാനുള്ള പ്രവർത്തനത്തിലാണ് വേലൂരിലെ സർക്കാർ ജീവനക്കാരായ ദമ്പതികൾ. പുലിയന്നൂർ സ്വദേശികളായ സിൻഡോയും സഹധർമ്മിണി ഡെൽനയുമാണ് വംശനാശ വക്കിലെത്തിയ നാടൻ പശുക്കളെയും തൃശൂരിന്റെ തനത് നാടനായ വില്ലോതിരി പശുവിനെയും കാസർഗോഡ് കുള്ളനെയും സംരക്ഷിക്കുന്നത്. മലയാള നാടിന് തനതായ ഔഷധ ഗുണങ്ങളുള്ള നിരവധി ഗോക്കളുണ്ടായിരുന്നു. എന്നാൽ ധവള വിപ്ലവത്തിനു ശേഷം ഇന്തോസീസ് ബ്രീഡുകളിലൂടെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ ഗ്രാമങ്ങളിലെ തൊഴുത്തുകൾ കീഴടക്കിയപ്പോൾ ഗ്രാമത്തിന്റെ സംസ്കാര തനിമയുള്ള തനത് പശുക്കൾ ഓർമ്മകളായി മാറുന്ന കാഴ്ചയാണ് കാണാനായത്. ഏതാണ്ട് 8000 വർഷം മുമ്പുണ്ടായിരുന്ന പശുവർഗ്ഗങ്ങളുടെ പാൽ 100% A2 ബീറ്റ കേസിൻ മാത്രം അടങ്ങിയതായിരുന്നു. അവ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായിരുന്നില്ല. എന്നു മാത്രമല്ല പോഷകദായകവും ഗുണപ്രദവുമായിരുന്നു. പിന്നീട് എപ്പോഴോ കുറേശ്ശെയായി ജനിതകമാറ്റം വരുത്തിയ രൂപഭേദമാണ് ഇന്ന് ലഭിക്കുന്ന A1 പാലിന് കാരണം. A1 പാലുൽപാദിപ്പിക്കുന്ന സങ്കരയിനം പശുക്കൾ ക്ഷീരോത്പാദന മേഖലയിൽ സജീവമായപ്പോൾ രോഗപ്രതിരോധ ശേഷിയാണ് ഇല്ലാതായതെന്ന് സിൻഡോ പറയുന്നു. ഈ പ്രതിസന്ധി മുന്നിൽ കണ്ടാണ് സിൻഡോയും സഹധർമ്മിണി ഡെൽനയും കൂടി പ്രകൃതി സംരക്ഷണത്തിനൊപ്പം നാടൻ പശുക്കളെ സംരക്ഷിക്കുവാൻ മുന്നോട്ടുവന്നത്. ആചാരപ്പെരുമയും ഐതിഹ്യ സമ്പന്നതയും ആവോളമുള്ള തിരുവില്ലാമല ഗ്രാമത്തിന്റെയും വില്ലാദ്രി ക്ഷേത്രത്തിന്റെയും പൈതൃക പെരുമയിൽ പൊൻതൂവലായി മാറിയ വില്ലാദ്രിനാഥന്റെ സ്വന്തം ഗോക്കൾ എന്നറിയപ്പെടുന്നതും ക്ഷേത്രാനുബന്ധിയായ ജീവനം നടത്തുന്നതുമായ തിരുവില്ലാമലയിലെ തനദിനം വില്ലാദ്രി പശുക്കൾ 4ഓളം വ്യത്യസ്ത നിറങ്ങളിലുണ്ടെങ്കിലും കഠിനമായ ചൂടിനെ അതിജീവിക്കാൻ സഹായിക്കുന്ന ഇളം തവിട്ട് നിറമാണ് ഭൂരിഭാഗം പശുക്കൾക്കുമുള്ളത്. ഉയർന്ന് മുന്നോട്ട് വളർന്ന് വളയുന്ന കരുത്തുറ്റ മൂർച്ചയുള്ള കൊമ്പുകളും
രോമവളർച്ച കുറഞ്ഞ മിനുസവും കനം കുറഞ്ഞതുമായ ത്വക്കും ഇവയുടെ മുഖ്യ ലക്ഷണമാണ്. പുലിയന്നൂർ ഗ്രാമത്തെ പച്ചപ്പിന്റെ തുരുത്താക്കുവാനുള്ള പ്രകൃതി സംരക്ഷണ ദൌത്യം ഏറ്റെടുത്ത് ചെറുബാല്യത്തിൽ തന്നെ സിൻഡോ മുൻപന്തിയിലുണ്ട്. ക്യാൻസറിനെതിരെ പൊരുതുവാൻ പുലിയന്നൂർ ഗ്രാമത്തിലെ എല്ലാ വീടുകളിലും ലക്ഷ്മി തരു വെച്ച് പിടിപ്പിച്ചത് സമൂഹത്തോടുള്ള പ്രതിബദ്ധത ഒന്നുകൊണ്ട് മാത്രമാണ്. സിൻഡോ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലും ഡെൽന നീതിന്യായ വകുപ്പിലുമാണ് ജോലി ചെയ്യുന്നത്. കർഷകനായ പിതാവ് ജോസഫ്, മാതാവ് സിസിലി തുടങ്ങിയവരാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഊർജം നൽകുന്നത്. ഞങ്ങളിപ്പോൾ നിലവിൽ 2 നാടൻ പശുക്കളെയാണ് വളർത്തുന്നത്. അതിൽ ആദ്യത്തെ പശുവാണ് ഈ വില്ലുവാതിരി പശു എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാസർഗോഡ് കുള്ളൻ. രണ്ടും കേരളത്തിൻ്റെ തനത് നാടൻ പശുക്കൾ തന്നെയാണ്. തൃശ്ശൂരിൻ്റെ തനത് നാടൻ ജനുസാണ് ഈ വില്ലുവാതിരി പശു എന്ന് പറയുന്നത്. പക്ഷേ അധികം ആർക്കും അത് കണ്ടുപരിചയുണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഒരു 10-40 കൊല്ലം മുൻപേ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരു നാമാവശേഷമായ സംഭവമാണിത്. കേരളത്തിലെ തനത് ജനുസുകളിലെ വടകര പശു കഴിഞ്ഞ ഏറ്റവും കൂടുതൽ പാലുൽപാദനമുള്ള മറ്റൊരു പശുവാണ് വില്ലുവാതിരി പശു. സമൂഹത്തിൽ ഇന്ന് നിത്യകാഴ്ചയായ രോഗങ്ങൾക്ക് ഔഷധ ഗുണമാർന്ന പാലും മറ്റുൽപ്പന്നങ്ങളും അറുതി വരുത്തുന്നതിനാൽ പുലിയന്നൂർ ഗ്രാമത്തിൽ ഓരോ വീട്ടിലും നാടൻ പശുക്കൾ എന്ന കർമ്മ പദ്ധതിയാണ് ഈ സർക്കാർ ജീവനക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. കൂടാതെ ഒരു ഗ്രാമത്തെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ഇത്തരം നാടൻ പശുക്കളുടെ പരിപാലനത്തിലൂടെ സാധിക്കുമ്പോൾ നാളേക്ക് അതൊരു പുത്തൻ പ്രതീക്ഷയാണ് നൽകുന്നത്. നന്മയുടെ നാമ്പുകൾ കരിഞ്ഞിട്ടില്ല. വൈദ്യുതിയില്ലാത്ത ഒറ്റമുറി ഷെഡിൽ അസൗകര്യങ്ങളുടെ ഞെരുക്കം മൂലം ചെറുപ്പുളശ്ശേരിയിലെ അമ്മ വീട്ടിൽ നിന്ന് ഓൺലൈൻ പഠനം നടത്തേണ്ടി വന്ന തയ്യൂരിലെ അമൽകൃഷ്ണയ്ക്ക് പുതിയ വീടൊരുങ്ങുന്നു. CCTV വാർത്തയെ തുടർന്ന് CPM ആണ് ഈ വിദ്യാർത്ഥിയുടെ പഠന വഴിയിൽ പുതുവെളിച്ചം പകരുന്നത്. നാടെങ്ങും ഓൺലൈൻ പഠന സൗകര്യങ്ങളൊരുക്കി ടിവിയും ഫോൺ വിതരണങ്ങളും നടക്കുന്നതിന്റെ തിരക്കാണ്. എന്നാൽ ഇതിനിടയ്ക്കും ചിലർ ഓൺലൈൻ പഠനം അന്യമായി നമുക്കിടയിൽ ഉണ്ട് എന്നതാണ് വാസ്തവം. പുതിയ പാഠ്യരീതി അന്യമായ അമൽകൃഷ്ണയെപ്പറ്റി CCTV നൽകിയ റിപ്പോർട്ടാണ് CPM നേതൃത്വത്തിലുള്ള ഇടപെടലിന് വഴിവെച്ചത്. ഇതോടെ ഒറ്റമുറി ഷെഡിൽ വൈദ്യുതിയില്ലാത്തതിനാൽ TV അടക്കമുള്ള സൗകര്യം നഷ്ടമായ തയ്യൂർ സ്കൂളിലെ ഈ 2ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ദുരിതാവസ്ഥയ്ക്ക് പരിഹാരമായി. കെട്ടിട നമ്പറും വൈദ്യുതിയും ഇല്ലാത്തതുകൊണ്ട് പഠന സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ടുവെന്ന CCTV വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് CPM തയ്യൂർ ബ്രാഞ്ച് ഈ കുട്ടിക്ക് ഭവനമൊരുക്കുന്നത്. അമലിന്റെ അച്ഛൻ പേരകത്ത് സദാനന്ദന് കുടുംബസ്വത്തിൽ ഭാഗം കിട്ടിയ തയ്യൂർ എരുമപ്പെട്ടി വഴിയിലെ 3.5 സെന്റ് സ്ഥലത്താണ് സ്വപ്നഭവനം നിർമ്മിക്കുക. വൈദ്യുതി കണക്ഷൻ ഇല്ലാത്തതായിരുന്നു നാട്ടിൽ നടന്ന ടെലിവിഷൻ സെറ്റുകളുടെ വിതരണ ലിസ്റ്റിൽ നിന്നും അർഹതയുണ്ടായിട്ടും അമൽകൃഷ്ണ അവഗണിക്കപ്പെടാൻ കാരണം. വീടൊരു ഷെഡായതിനാൽ കെട്ടിട നമ്പർ ഇടാനാവില്ലെന്നും കെട്ടിട നമ്പർ ഇല്ലാത്തതിനാൽ വൈദ്യുതിക്ക് അപേക്ഷിക്കാനാവില്ലെന്നുമായിരുന്നു അധികാരികളുടെ നിലപാട്. CCTV നൽകിയ റിപ്പോർട്ടിലൂടെ സദാനന്ദന്റെയും അമ്മ ഭാഗ്യലക്ഷ്മിയുടെയും ജീവിതാവസ്ഥ മനസ്സിലാക്കി CPM തയ്യൂർ ബ്രാഞ്ചാണ് ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. CCTV വാർത്തയുടെ അടിസ്ഥാനത്തിൽ നിരവധി സുമനസ്സുകൾ രംഗത്ത് വരുന്നുണ്ടെന്നും വേണ്ട സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു. നിർമ്മാണത്തിനായി 5 ലക്ഷത്തോളം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. വാർഡിലെ വേരൂർ പഞ്ചായത്തിലെ 3ാം വാർഡിലെ ഒരു വീടാണ് സദാനന്ദൻ്റെ പേരകത്ത് സദാനന്ദൻ എന്ന് പറയുന്ന ആളുടെ വീടാണിത്. ഈ വീട് പാർട്ടി നേതൃത്വത്തിൽ CPIMൻ്റെ നേതൃത്വത്തിലും വാർഡിൻ്റെ നേതൃത്വത്തിലും ഇത് ഏറ്റെടുത്ത് പണിത് നൽകാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടികൾ ഉടനെ നടത്തുന്നതായിരിക്കും. ഉടനെ പണിത് നൽകാനാണ് തീരുമാനിച്ചത്. ഓണത്തിനു മുമ്പ് വീടിന്റെ പണി തീർക്കാനാകുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെ വന്നാൽ ചെറുപ്പുളശ്ശേരിയിലെ അമ്മ വീട്ടിൽ നിന്ന് പൊന്നോണത്തിന് വെളിച്ചമുള്ള വീട്ടിലേക്ക് പഠനത്തിന്റെ പ്രകാശം തേടി അമലെത്തും. മറ്റുള്ളവരുടെ ദുരിതവും കഷ്ടപ്പാടും കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥ സാമൂഹ്യ പ്രവർത്തനം സംജാതമാകുന്നത്. ഇത്തരം പ്രവൃത്തികളിലൂടെ ഒരു കുടുംബത്തിന്റെ ജീവിതത്തിന് തന്നെ ഭദ്രതയേകുമ്പോൾ പകരം വയ്ക്കാനില്ലാത്ത തലങ്ങളിലേക്ക് ഉയരുകയാണ് ഒരു കൂട്ടം നന്മ മനസ്സുകൾ. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കുന്നംകുളത്തിന്റെ സ്വപ്ന പദ്ധതിയായ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം അന്തിമഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു. നിർമ്മാണം പൂർത്തിയാക്കുന്ന ബസ് സ്റ്റാൻഡ് ഓഗസ്റ്റ് 15-ന് ഉദ്ഘാടനം നിർവഹിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നഗരസഭ. പതിറ്റാണ്ടുകളായുള്ള കുന്നംകുളത്തിന്റെ സ്വപ്ന പദ്ധതിയായ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം അന്തിമഘട്ടത്തിനോടടുക്കുകയാണ്. പ്രമുഖ നിർമ്മാണ കമ്പനിയായ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ മേൽനോട്ടത്തിൽ 1 വർഷം മുൻപാണ് നിർമ്മാണം തുടങ്ങിയത്. എത്രയും പെട്ടെന്ന് പണികൾ പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് നടന്നത്. നിലവിൽ അവസാനഘട്ടമായ മേൽക്കൂരയുടെ പ്രവൃത്തികൾ അവസാനഘട്ടത്തിലാണ്. ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി. മേൽക്കൂരയുടെ പ്രവൃത്തികൾ ഊർജിതമായ രീതിയിൽ നടക്കുന്നതിനിടയിലാണ് ലോക്ഡൌൺ ആരംഭിച്ചത്. നിർമ്മാണ സാമഗ്രികൾ ലഭിക്കാത്തതും തൊഴിലാളികൾ കുറഞ്ഞതും നിർമ്മാണ വേഗത്തെ തടസ്സപ്പെടുത്തി. അവസാനഘട്ട നിർമ്മാണ പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ഓഗസ്റ്റ് മാസത്തിൽ ഉദ്ഘാടനം നടത്തുന്നതിനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്.
നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള നഗരസഭാ ഭരണസമിതിക്ക് സ്ഥലം എംഎൽഎയും മന്ത്രിയുമായ AC മൊയ്തീന്റെ പിന്തുണ കൂടി ലഭിച്ചതോടെയാണ് ബസ് സ്റ്റാൻഡിന് മുകളിൽ കെട്ടുപിണഞ്ഞു കിടന്നിരുന്ന ചുവപ്പുനാടകൾ അഴിഞ്ഞു വീഴുകയും തടസ്സങ്ങൾ മാറി നിർമ്മാണ സാധ്യതകൾക്ക് വേഗം വയ്ക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ നഗരസഭയിലെ എഞ്ചിനീയറിംഗ് വിഭാഗം വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനമാണ് ഇതിനോടനുബന്ധിച്ച് ഓരോ ഘട്ടങ്ങളിലും അതിൻ്റെ തടസ്സങ്ങൾ നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജീവമായിട്ടുള്ള ഇടപെടൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്തായാലും വളരെ കാലത്തെ ജനങ്ങളുടെ വലിയൊരു ആഗ്രഹമാണ് ഈ ആഗസ്റ്റ് 15-ാം തീയതിയോടുകൂടി പൂവണിയാൻ പോകുന്നത്. ആശങ്കകളൊന്നുമില്ല. അത് തുടക്കം മുതലേ വളരെയധികം ആശങ്കകൾ നേരിട്ടുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനം നടത്തിയത്. 2 ഘട്ടങ്ങളിലായാണ് നിർമ്മാണം പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്. മന്ത്രി AC മൊയ്തീന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലഭിച്ച 4.35 കോടി രൂപയ്ക്ക് ഷോപ്പിംഗ് കോംപ്ലക്സ് 1ാം ഘട്ടമായും കുന്നംകുളം നഗരസഭ കണ്ടെത്തിയ 8.50 കോടി രൂപയ്ക്ക് ബസ് ടെർമിനൽ 2ാം ഘട്ടവുമാണ് നിർമ്മാണം പൂർത്തീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. സ്വപ്ന പദ്ധതിയായ പുതിയ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കുന്നംകുളം ഒരു പടി കൂടി വികസനത്തിലേക്ക് കാലെടുത്തു വയ്ക്കുമെന്നത് തീർച്ചയാണ്. കൂടാതെ ബസ് സ്റ്റാൻഡിനോട് കൂടിയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ യാഥാർത്ഥ്യമായാൽ കച്ചവട രംഗത്തും കുന്നംകുളം പുത്തൻ ചരിത്രം കുറിക്കുക തന്നെ ചെയ്യും. ഇതോടുകൂടി ഈ വാരത്തെ ആഴ്ചവട്ടം പൂർത്തിയാകുന്നു. പുത്തൻ വാർത്തകളുടെ വിശകലനവുമായി കണ്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.